അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ നഈമി വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് നമ്മുടെ ഈ നഈമി വിഷൻ ചാനലുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ ഒരുപാട് പേര് ദുആരക്കാൻ വിളിച്ചു പറയുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള ദുആയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ എല്ലാ ആഴ്ചയിലും ദിക്ർ ഹൽക്ക നടക്കാറുണ്ട്. അവിടെ വെച്ചും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടുമോ ഇല്ലേ എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ചിലരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നമ്മൾ ജീവിതകാലത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി മക്കളോ കുടുംബങ്ങളോ വല്ലതും ചെയ്താൽ അതവർക്ക് ഒരു ഉപകാരവുമില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ജനങ്ങളെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരുടെ വലയിൽ പെട്ടുപോകാതിരിക്കാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന 1-2 ഹദീസുകൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, ചുരുക്കി അങ്ങ് പറയാം. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മഹദിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഇന്ന റജുലൻ അത്തൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി ഉഫ്തുലിതത് നഫ്സുഹാ. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന റജുലൻ അത്തൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് നബിയോട്? യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി ഉഫ്തുലിതത് നഫ്സുഹാ, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. എൻ്റെ ഉമ്മ പെട്ടെന്നുള്ള മരണമായിരുന്നു. ഉമ്മയ്ക്ക് വല്ലതും വസിയത്ത് ചെയ്യാനോ എന്നോട് വല്ലതും പറയാനോ ഉമ്മയ്ക്ക് സാധിച്ചില്ല. ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. വലം തൂസി, ഉമ്മ എന്നോടൊന്നും വസിയത്ത് ചെയ്തിട്ടില്ല. മരണശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. അളുന്നുഹ, എന്നാൽ ആ ഉമ്മയുടെ മകനായ ഞാൻ വിചാരിക്കുന്നു, അളുന്നുഹ ലൗ തകല്ലമത് തസദ്ദഖത്, ഉമ്മയ്ക്ക് എന്നോട് വല്ലതും സംസാരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ സ്വതക്ക ചെയ്യാൻ എൻ്റെ ഉമ്മ എന്നോട് പറയുമായിരുന്നു. എൻ്റെ ഉമ്മ ആ പെട്ടെന്നുള്ള മരണമായി പോയി. എന്നാൽ ഉമ്മയ്ക്ക് എന്നോട് ആ മരണത്തിന് മുമ്പ് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വസിയത്ത് ചെയ്യാൻ എൻ്റെ ഉമ്മയ്ക്ക് സാധിച്ചിരുന്നുവെങ്കിൽ സ്വതക്ക ചെയ്യാൻ എൻ്റെ ഉമ്മ എന്നോട് പറയുമായിരുന്നു എന്ന് ഞാൻ ഭാവിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ, അതാ എന്നിട്ട് ആ ചെറുപ്പക്കാരൻ വീണ്ടും നബിയോട് ചോദിക്കുകയാണ്, അഫലഹ അജ്റുൻ ഇൻ തസദ്ദഖതു അൻഹാ ഖാല നഅം. ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച വാക്കെന്താണ്? ആ മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ, ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വല്ലതും കൊടുത്താൽ, അതല്ലെങ്കിൽ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാപ്പയ്ക്ക് വേണ്ടി ആർക്ക് വേണ്ടി ആണെങ്കിലും നിയ്യത്ത് ചെയ്തുകൊണ്ട് വല്ലതും കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടോ ഇല്ലേ? അതിന് മറുപടിയായ ഹദീസാണ് ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ എന്തർത്ഥത്തിലാണ് മറ്റുള്ള ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി, വഴിതെറ്റിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നത്? നോക്കൂ, പച്ചയായ ഹദീസല്ലേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഹദീസാണ്. അഫലഹ അജ്റുൻ, ഈ മനുഷ്യൻ നബിയോട് ചോദിക്കുകയാണ്, എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ വല്ലതും സ്വതക്ക ചെയ്താൽ, അഫലഹ അജ്റുൻ ഇൻ തസദ്ദഖതു അൻഹാ, ആ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ വല്ലതും സ്വതക്ക ചെയ്താൽ ആ ഉമ്മയ്ക്ക് അതിൻ്റെ കൂലി കിട്ടുമോ നബിയേ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ, നീ ഉമ്മയ്ക്ക് വേണ്ടി, ഉമ്മ മരണപ്പെട്ടു പോയെങ്കിലും ഉമ്മയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് നീ എന്ത് ചെയ്താലും, നീ സ്വതക്ക ചെയ്താലും, എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതിന് കൂലിയുണ്ട്. ആ ഉമ്മയ്ക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി, വാപ്പയ്ക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ദിക്ർ ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാലും, ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ
അവർക്കതിൻ്റെ കൂലി കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആ ഉമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി ആർക്ക് വേണ്ടിയാകട്ടെ നിയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുത്താൽ, ഭക്ഷണം കൊടുത്താൽ, അരി കൊടുത്താൽ, മാംസം കൊടുത്താൽ, പൈസ കൊടുത്താൽ, എന്ത് കൊടുത്താലും ആ മരണപ്പെട്ടവർക്ക് നിയത്ത് ചെയ്തുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത്, അവർക്കതിൻ്റെ കൂലി കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അവർക്കതുകൊണ്ട് പ്രതിഫലമുണ്ടാകുന്നതാണ്. നോക്കൂ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു തന്നത്. നോക്കാം, മറ്റൊരു ഹദീസിൽ അൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്നഹു ഖാല യാ റസൂലല്ലാഹ്, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മ സഅദിൻ മാതത്, സഅദിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി നബിയേ. ഫഅയ്യു സദഖതി അഫ്ളലു, അപ്പൊ എന്റെ ഉമ്മയ്ക്ക് ഖബറിൽ കൂലി കിട്ടാൻ വേണ്ടി, പരലോകത്ത് എന്റെ ഉമ്മയ്ക്ക് കൂലി കിട്ടാൻ വേണ്ടി മകനായ ഞാൻ ചെയ്യേണ്ട സ്വതക്ക ഏതാണ്, ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ട സ്വതക്കയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ ഓരോ സമയത്തുള്ള ചോദ്യങ്ങൾക്കും ആ സാഹചര്യത്തിനനുസരിച്ചുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ആ സമയത്ത് ആവശ്യമുള്ള ഒരു കാര്യം നബി പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല അൽ മാഉ, വെള്ളം. നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി നീ വെള്ളം സ്വതക്ക ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഏതെങ്കിലും പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി നീ ഒരു കിണർ കുഴിച്ചവർക്ക് വേണ്ടി കൊടുക്കുക. അവർക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ ആ പ്രദേശത്തുള്ളവർക്കെല്ലാം വെള്ളം എടുക്കാൻ അത് ഉപകരിക്കുന്നതാണ്. അതിൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി നീ ഹദിയ ചെയ്യണം. അപ്പോൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കിണർ കുഴിച്ച് അതിൻ്റെ വെള്ളം ജനങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ആ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ വാപ്പയ്ക്ക് ആരാണെങ്കിലും മരണപ്പെട്ട ആരാണോ അവർക്കതിൻ്റെ കൂലി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഖാല അൽ മാഉ ഖാല ഫഹഫറ ബിഅറൻ, അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയ്ക്ക് വേണ്ടി നിയത്ത് ചെയ്ത് ഒരു കിണർ കുഴിക്കുകയാണ്. വഖാല ഹാദിഹി ലിഉമ്മി സഅദ്, എന്നിട്ട് അവിടുന്ന് നിയത്ത് വെക്കുകയാണ്. എല്ലാം നിയത്ത് വേണം, നിയത്തനുസരിച്ചാണ് എല്ലാം ശരിയാകുന്നത്. നമ്മളിപ്പോൾ ഒരു ഫാത്തിഹ ഒരു മഹാന്റെ പേരിൽ ഓതുമ്പോൾ അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നു എന്ന് നമ്മൾ നിയത്ത് ചെയ്യണം. ഉമ്മയ്ക്ക് വേണ്ടി ഫാത്തിഹ ഓതുമ്പോൾ മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ ഫാത്തിഹ ഓതുന്നു എന്ന് നിയത്ത് ചെയ്യണം. വാപ്പയ്ക്ക് വേണ്ടി ഫാത്തിഹ ഓതുമ്പോൾ മരണപ്പെട്ടു പോയ വാപ്പയ്ക്ക് വേണ്ടി ഞാൻ ഫാത്തിഹ ഓതുന്നു എന്ന് നിയത്ത് ചെയ്യണം. എങ്കിലേ അവർക്ക് അതിൻ്റെ കൂലി കിട്ടുകയുള്ളൂ. അതാ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നിയത്ത് വെക്കുകയാണ്. ഹാദിഹി ലിഉമ്മി സഅദ്, ഇത് സഅദിന്റെ ഉമ്മയ്ക്ക് വേണ്ടിയുള്ള കിണറാണ്, അവർക്കതിൻ്റെ കൂലി ഞാൻ ഹദിയ ചെയ്യുകയാണ് എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു, നസായി റളിയല്ലാഹു അൻഹു അവരൊക്കെ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അപ്പോൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവർക്കതിൻ്റെ കൂലി കിട്ടും. ഒരിക്കലും അതില്ല എന്നാരും കരുതണ്ട. അപ്പം മരണപ്പെട്ടു പോയ വീട്ടിൽ ദിക്ർ ചൊല്ലുമ്പോൾ 70,000 ദിക്ർ ചൊല്ലുന്നതിനെ തടയുന്നവരുണ്ട്. മരണപ്പെട്ടു പോയ ആ മനുഷ്യന്റെ ആര് മരണപ്പെട്ടതാകട്ടെ അവരുടെ അടുത്ത് നിന്ന് ഖുർആൻ ഓതുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചിലർ പറഞ്ഞത് എന്താണ്? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് മരണപ്പെട്ടു പോയ മനുഷ്യന്റെ സമീപത്തിൽ നിന്ന് ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് മാതൃഭൂമി പത്രവും മനോരമ പത്രവും വായിക്കുന്നതാണ് എന്ന് പറഞ്ഞ ബാലുശ്ശേരി മുജാഹിദ് പ്രസ്ഥാനക്കാരനാണ്. പ്രിയമുള്ളവരെ, എന്ത് ഇൽമാണ് അവർക്കുള്ളത്? വെറുതെ വാറോല പ്രസംഗങ്ങൾ നടത്തി പാവപ്പെട്ട ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനമേ, നിങ്ങൾ ഈ ഹദീസ് കാണുന്നില്ലേ? നിങ്ങൾ നോക്കൂ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ച് അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ കൂലി കിട്ടുമെങ്കിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ കൂലി കിട്ടില്ലേ? മരണപ്പെട്ടു പോയ തൻ്റെ കുടുംബത്തിന് വേണ്ടി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുത്തിട്ട് ഇതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ കൂലി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ യാസീൻ ഓതി ഹദിയ ചെയ്താൽ ആ മരണപ്പെട്ടു പോയവർക്ക് അതിൻ്റെ കൂലി കിട്ടില്ലേ? അപ്പോൾ മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതുന്നത് എന്ത് തെറ്റാണ്? ഖുർആനാകുന്ന പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ, ആ ഖുർആൻ ഓതുന്നത് എന്ത് തെറ്റാണ് എൻ്റെ പ്രിയമുള്ളവരെ ഉള്ളത്? മരണപ്പെട്ടു പോയവരുടെ സമീപത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതല്ലേ? അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ?
പ്രിയമുള്ളവരെ, ഇതൊക്കെയും കാറ്റിൽ പറത്തി ജനങ്ങൾ വഴിപിഴപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തോട് ഇനിയെങ്കിലും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള സ്വതഖ അതിൽ പെട്ടതാണ്. വമിന സ്വതഖത്തി അനിൽ മയ്യിത്തി, മയ്യത്തിന് ഒരു മരണപ്പെട്ടു പോയ ഒരു മയ്യത്തിന് വേണ്ടി, മരണപ്പെട്ട് നമ്മുടെ ഉമ്മയാകട്ടെ, വാപ്പയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, വല്ലുപ്പയാകട്ടെ, വല്ലുമ്മയാകട്ടെ, മക്കളാകട്ടെ, ആരുമാകട്ടെ, ഉസ്താദുമാരാകട്ടെ, ആര് മരണപ്പെട്ടു പോയാലും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്ന് വഖഫ് മുസ്ഹഫിൻ, മുസ്ഹഫ് മേടിച്ച് വഖഫ് ചെയ്യുക. ഒരു മുസ്ഹഫ് വാങ്ങി പള്ളിയിലേക്ക് വഖഫ് ചെയ്യുക. ഒരു മുസ്ഹഫ് വാങ്ങി മദ്രസ കുട്ടികൾക്ക് വേണ്ടി വഖഫ് ചെയ്യുക, മദ്രസ കുട്ടികൾക്ക് നൽകുക. ആർക്ക് വേണ്ടി? ഈ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അതിന്റെ കൂലി കിട്ടാൻ നിയത്താക്കിക്കൊണ്ട് മദ്രസ കുട്ടികൾക്ക് മുസ്ഹഫ് വാങ്ങിക്കൊടുക്കുക, പള്ളിയിലേക്ക് മുസ്ഹഫ് വാങ്ങിക്കൊടുക്കുക. ഇനി വലിയവരാകട്ടെ ആർക്കായാലും ഖുർആൻ ഓതുന്നവർക്ക് മുസ്ഹഫ് വാങ്ങിക്കൊടുക്കുക. അതൊക്കെ മരണപ്പെട്ടു പോയവർക്ക് അതിന്റെ കൂലി കിട്ടുന്നതാണ്. വബിനാ മസ്ജിദിൻ, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് നിയത്താക്കിക്കൊണ്ട് പള്ളികൾ നിർമ്മിക്കുക. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കുക. അങ്ങനെ പള്ളികൾ നിർമ്മിക്കുമ്പോഴും ആ പള്ളിയിൽ ആരൊക്കെ വന്ന് നിസ്കരിച്ചാലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ആ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മയാകട്ടെ, വാപ്പയാകട്ടെ, അവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ആ പള്ളിയിൽ വെച്ച് എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്താലും, ആരെന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ആ ചെയ്യുന്നവർക്ക് കുറയാതെ തന്നെ ഈ മരണപ്പെട്ടു പോയവർക്കും അതിൻ്റെ കൂലി കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ല നല്ല കർമ്മങ്ങളാണ്. അതുപോലെ തന്നെ കിണർ കുഴിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കിണർ കുഴിച്ച് അതിൻ്റെ വെള്ളം പാവങ്ങളാകട്ടെ പണക്കാരാകട്ടെ വെള്ളമില്ലാത്തവർക്ക് അവർക്ക് കൊടുക്കുക. അതിൻ്റെ കൂലി കിട്ടുന്നതാണ്. ആ കിണറിൽ നിന്ന് വെള്ളം കോരി ഉപയോഗിക്കുന്ന കാലത്തോളം ഈ മരണപ്പെട്ടു പോയവർക്ക് അതിൻ്റെ കൂലി കിട്ടുന്നതാണ്. അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നിയത്താക്കിക്കൊണ്ട് ഒരു വൃക്ഷം നടാം. ആ വൃക്ഷത്തിന്റെ തണൽ ആർക്കെങ്കിലും ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വൃക്ഷത്തിൽ നിന്ന് ഫലം ലഭിക്കുമ്പോൾ, ആ വൃക്ഷം കൊണ്ട് എന്തൊക്കെ ഉപകാരം ആർക്കുണ്ടായാലും അതിൻ്റെയൊക്കെ പ്രതിഫലം പ്രിയമുള്ളവരെ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഖബറിലേക്ക് കിട്ടുന്നതാണ്. ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആ വൃക്ഷത്തിന്റെ ഇലകൾ തസ്ബീഹ് ചൊല്ലുകയല്ലേ, പച്ചയായ ഇലകൾ തസ്ബീഹ് ചൊല്ലുകയാണ്. ആ തസ്ബീഹിന്റെ പ്രതിഫലവും ഈ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഈ പറഞ്ഞ സദഖകൾ, ഇതല്ലാത്ത മറ്റു സദഖകൾ, ഖുർആൻ പാരായണമാകട്ടെ, എന്താണെങ്കിലും അത് ചെയ്യുന്നത് ബന്ധുക്കൾ മാത്രം ചെയ്താലേ അവർക്ക് കിട്ടൂ, ബന്ധുക്കൾ അല്ലാത്തവർ ചെയ്താൽ കിട്ടൂല എന്നൊക്കെ വാദിക്കുന്നവരുമുണ്ട്. അവരോട് പറയട്ടെ, സവാഉൻ കാനൽ മുതസദ്ദിഖു ഖരീബൻ ലിൽ മയ്യിത്തി ഔലാ വസവാഉൻ ഉദിന ലഹു അം ലാ. അതേ, ഈ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ഈ സദഖ കൊടുക്കുന്ന മനുഷ്യൻ അത് ആ മരണപ്പെട്ട വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളാകട്ടെ, അകന്ന ബന്ധുക്കളാകട്ടെ, അവരുമായി ഒരു ബന്ധമില്ലാത്തവരുമാകട്ടെ, അവർക്കതിൻ്റെ കൂലി കിട്ടുന്നതാണ്. അപ്പം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ആരെന്ത് ഹദിയ ചെയ്താലും ആ മരണപ്പെട്ടു പോയവർക്ക് അതിൻ്റെ കൂലി കിട്ടുന്നതാണ് നമ്മൾ നിയത്ത് ചെയ്താൽ. പ്രിയമുള്ളവരെ, ഞാൻ മരിച്ചു പോയവർ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. ഞാൻ മരണപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുമില്ല. എന്നാൽ പോലും കൽപ്പിക്കട്ടെ, കൽപ്പിക്കാതിരിക്കട്ടെ, നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെ കൂലി അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ വല്ലിപ്പന്മാരുണ്ട്, വല്യമ്മമാരുണ്ട്, മക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, ഉസ്താദുമാർ മരണപ്പെട്ടു പോയവരുണ്ട്, കുടുംബത്തിലെ പലരും മരണപ്പെട്ടു പോയവരുണ്ട്, അയൽവാസികൾ മരണപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടിയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. സൂറത്തുൽ യാസീൻ ഓതി ഹദിയ ചെയ്യണം, സൂറത്തുൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം, സ്വലാത്തുകൾ ചൊല്ലി അവർക്കും കൂടി ഹദിയ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്. എന്നാൽ അതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പയ്ക്ക് വേണ്ടിയും ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയും ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂലി അവർക്കും ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂലി അവർക്കും ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഡിസംബർ മാസം പ്രിയപ്പെട്ട എൻ്റെ വാപ്പയും മരണപ്പെട്ടു പോയ മാസമാണ്.
ഈ ഡിസംബർ മാസത്തിലാണ് എൻ്റെ വാപ്പയും മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് നമ്മുടെ നഈം വിഷൻ കുടുംബങ്ങളോട് എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഒരു ഫാത്തിഹ നിങ്ങളെല്ലാവരും ഓതി ദുആ ചെയ്യണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. എന്നെ ഇൽമു പഠിക്കാൻ പറഞ്ഞയച്ചത് കൊണ്ടാണല്ലോ എനിക്ക് നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരാനൊക്കെ ഭാഗ്യമുണ്ടായത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വാപ്പയ്ക്ക് വേണ്ടിയും മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ദുആ ഇറക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ എപ്പോഴും ദുആ ഇറക്കാറുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ദുആയിലും അതുപോലെ തന്നെ മജ്ലിസുകളിലുള്ള ദുആയിലും ഒക്കെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. പലരും ദുആ ഇറക്കാൻ പല ആവശ്യങ്ങളും പറഞ്ഞ് വിളിച്ചു പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നിർത്താം. അതോടൊപ്പം എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങളിത് മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കുടുംബ ഗ്രൂപ്പുകളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ ഇത്ര നേരം നല്ല നല്ല കാര്യങ്ങളാണല്ലോ കേട്ടത്. ഹദീസുകൾ പഠിച്ചു, നല്ല നല്ല അറിവുകൾ പഠിച്ചു. അതിന് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനൊരു സ്തുതി അൽഹംദുലില്ലാഹ് എന്ന നാവ് കൊണ്ട് നിങ്ങൾ പറയണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും അതിനുശേഷം അൽഹംദുലില്ലാഹ് എന്ന് ഒരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും ഇരു ലോകത്തും നീ വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമിൻ്റെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൽമിൻ്റെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാക്കി മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, നഈം വിഷൻ എന്ന ഈ ചാനലിലൂടെ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ അതെല്ലാം കേൾക്കുകയും പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാരുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. പടച്ചവനെ, അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണം തമ്പുരാനെ. റഹ്മാനെ, അവരുടെ എല്ലാം ജോലികളിൽ, ബിസിനസ്സുകളിൽ, കുടുംബങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. പലരും പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, വിളിച്ചു പറഞ്ഞവരുണ്ട്, മെസ്സേജ് അയച്ചവരുണ്ട്. പടച്ചവനെ, അവർക്കെല്ലാം അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന്, ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. അതുപോലെ സാധുവായ എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയ മാസമാണ്. അള്ളാഹുവെ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ വാപ്പയുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. എൻ്റെ വാപ്പയെയും ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ ഔദാര്യം കൊണ്ട് നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله.